ഒരു ചെറിയ കഥ പറയാം. ദേവരാജൻ മാഷുമായി ബന്ധപ്പെട്ട ഒരു ഉജ്ജ്വലമായ കലാസന്ധ്യ നടക്കുന്ന വേദി. ആ വേദിയിൽ മലയാളത്തിൻ്റെ അനുഗ്രഹീത ഗായിക, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാളായ, മലയാളികളുടെ അല്ല ദക്ഷിണേന്ത്യക്കാരുടെ എല്ലാം ഹൃദയത്തിൽ ഇടം കൊണ്ട സാക്ഷാൽ മാധുരിയമ്മയുമുണ്ട്. ആ വേദിയിൽ 3 വയസ്സ് പിന്നിട്ട ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടും. പാടുന്നതാകട്ടെ ബലികുടീരങ്ങളെ എന്ന പാട്ട്. ആ പെൺകുട്ടി ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ മാധുരിയമ്മ ആ പെൺകുട്ടിയെ തൻ്റെ മടിയിൽ കിടത്തി. മടിയിൽ നിന്ന് ആ പെൺകുട്ടിയെ തിരികെ കൈകളിലേക്ക് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ, ഇതാ ഞാൻ പ്രസവിച്ച് തന്നിരിക്കുന്നു നിങ്ങൾക്ക് കേരളത്തിന് വളർത്താൻ എന്ന്. ഞാൻ ഈ വേദിയിലേക്ക് അഭിമാനത്തോടെ രോമാഞ്ചത്തോടെ സ്വാഗതം ചെയ്യുന്നു കാലിക കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദങ്ങളിലൊന്നിൻ്റെ ഉടമയെ. ഏറെ സ്നേഹത്തോടെ സ്വാഗതം, പ്രാർത്ഥന രതീഷ്. വാക്ക് ഇൻ വിത്ത് ബോൾഡ് സ്റ്റെപ്സ്. ഇപ്പൊ ഏത് ക്ലാസ്സിലായി? ഇപ്പൊ 10th-ലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിലായി. ഞാൻ ഈ പറഞ്ഞ സംഭവത്തെക്കുറിച്ച് പ്രാർത്ഥനയ്ക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കൊച്ചായിരുന്നു, എന്നാലും എനിക്ക് ഓർമ്മയുണ്ട്. മടിയിൽ കിടത്തിയിട്ടാ പറഞ്ഞത്, ഞാൻ ഇവളെ പ്രസവിച്ച് നൽകുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ആ വേദിയിൽ അന്നത്തെ 3 വയസ്സുകാരി, 3.5 വയസ്സല്ലേ, അന്ന് പ്രാർത്ഥന പാടിയ ബലികുടീരങ്ങളെ പാടി തുടങ്ങിയാലോ? കേൾക്കാം. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ. മോളെ പഠനം എങ്ങനെ പോകുന്നു? പഠനം നന്നായിട്ട്. കേന്ദ്രീയ വിദ്യാലയയിലാണ്. അച്ഛൻ ശ്രീ രതീഷ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ബിസിനസ്സാണ്. അച്ഛൻ്റെ ഫ്ലാഗ് ഷോപ്പാണ്. ഫ്ലാഗ് കൊടിതോരണങ്ങളുടെ അല്ലേ. ഇടയ്ക്ക് ആരോ ഒരാള് നാളെയുടെ PK മേദിനി എന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. അറിയോ മേദിനി അമ്മയെ? അറിയാം. ഒരു സ്റ്റേജിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. കുറച്ചൊരു ഉറക്കെ പറഞ്ഞോ. സ്റ്റേജിൽ ഒരുമിച്ചുണ്ടായിരുന്നു, പാടിയിരുന്നു. ഒരു പാട്ട് പാടിയോ? മെലഡി ആയാലും മതി. ശരി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളാ. നീലജലാശയത്തിൽ കരിക്കോടി തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. കരിക്കോടി തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. കന്നിക്കൊയ്ത്തടുത്തൊരു കതിരടി വയലിൻ്റെ കണി കാണാനുണരടി പൂവേ. കന്നിക്കൊയ്ത്തടുത്തൊരു കതിരടി വയലിൻ്റെ കണി കാണാനുണരടി
അനിഷ പ്ലീസ്. അപ്പോൾ സൽക്കലയോട് പറയണം എൻ്റെ അന്വേഷണം. ആ തീർച്ചയായും. ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം. ഒപ്പം മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ ഈ ഉപഹാരം തരാം. അതിനു മുൻപ് ഇത് പ്രാർത്ഥന. മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട ഈ കുഞ്ഞുമോൾ ഒരുപാട് നന്നായി പാടും, ആവേശഭരിതമായി പാടും. സാമൂഹ്യ മാധ്യമങ്ങളിൽ അവളുടെ ഒരു പാട്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. അത് ജീവിതത്തെ സമരമായി കണ്ട ഒരു മനുഷ്യൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ അടങ്ങാത്ത അലകടലിൻ്റെ പാട്ടാണ്. ഈ ദിവസം പ്രാർത്ഥനീ വേദിയിൽ വരുമ്പോൾ മരണത്തിൻ്റെ മഹാകാലത്തിലേക്ക്, ആ ഇരുട്ടിലേക്ക് മടങ്ങിപ്പോയ ആ നക്ഷത്രത്തിനെ കുറിച്ചുള്ള പ്രാർത്ഥനയുടെ പാട്ടില്ലാതെ എങ്ങനെയാണ് യാത്ര പറയുക? പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ. മയ്യഴിയാറ്റിനുമറിയാം, കനകമലക്കാറ്റിനുമറിയാം, മയ്യഴിയാറ്റിനുമറിയാം, കനകമലക്കാറ്റിനുമറിയാം. തണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നിൽപ്പാണവനൊരു ചിമ്പനി നീർപ്പൂവ്, അവനൊരു നാടിൻ തേങ്ങലാണേങ്ങലാണുയിരാണുഷിരാണ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥ